ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് നൂർജഹാൻ. നമ്മൾ ബാക്ടീരിയയെ കുറിച്ചിട്ടുള്ള ടോപ്പിക്സാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബാക്ടീരിയൽ അനാറ്റമി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 3 പാർട്ടുകളിലായിട്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ബാക്ടീരിയൽ ജെനറ്റിക്സ് ആണ്. ഇത് ടോട്ടലി നോക്കുമ്പോൾ ബാക്ടീരിയൽ പാർട്ട് 4 ആണ് വരുന്നത്. അതിൽ ബാക്ടീരിയൽ ജെനറ്റിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബാക്ടീരിയൽ ജെനറ്റിക്സിൽ നമ്മൾ നോക്കുന്നത് കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ബാക്ടീരിയൽ DNA ഈസ് സർക്കുലർ ക്രോമസോം വിത്ത് ഡബിൾ സ്ട്രാൻഡ് DNA മോളിക്യൂൾ. നമുക്കറിയാം ബാക്ടീരിയയ്ക്ക് DNA ഉണ്ട്, അതെന്താണ്, സർക്കുലർ ആണ്. ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA മോളിക്യൂളാണ് ബാക്ടീരിയയ്ക്ക് ഉള്ളത്. Besides the chromosomal DNA, some bacteria may also possess extra chromosomal genetic element called plasmid and episome. നമ്മൾ ബാക്ടീരിയനെ കുറിച്ച് മുൻപത്തെ പാർട്സിൽ പഠിച്ച സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്ലാസ്മിഡ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പ്ലാസ്മിഡ് എന്താ? ബാക്ടീരിയയിൽ കാണുന്ന ഒരു എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള ഒരു ജനറ്റിക് എലമെൻ്റ് ആണ്. അതിന് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ടീരിയയുടെ ക്രോമസോമിന് പുറമേ കാണുന്ന ഒരു എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള ജനറ്റിക് എലമെൻ്റ് ആണ് എന്ത്? പ്ലാസ്മിഡ് അല്ലെങ്കിൽ എപ്പിസോം എന്ന് പറയുന്നത്. ഇഫ് ദ DNA is present in cytoplasm then called plasmid. അതായത് DNA സൈറ്റോപ്ലാസത്തിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നു. ഇഫ് the DNA is present in nucleus and it is integrated with the chromosome then called episome. അങ്ങനെയല്ല, DNA ന്യൂക്ലിയസിലാണ് കാണുന്നത്, അതും ക്രോമസോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എപ്പിസോം എന്ന് വിളിക്കുന്നു. അതായത് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയിൽ ഒരു സർക്കുലർ ആയിട്ടുള്ളൊരു DNA ഉണ്ട്, അതിൻ്റെ കൂടെ എന്തും കൂടി കാണുന്നുണ്ട്, ഒരു എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള ജനറ്റിക് എലമെൻറ്റ് കാണുന്നുണ്ട്. അതിനെ നമ്മൾ പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് ബാക്ടീരിയൽ ജീൻ ട്രാൻസ്ഫർ? നമ്മൾ നോക്കുന്നത് ബാക്ടീരിയൽ ജെനറ്റിക്സ് ആണ്. അതിൽ വരുന്നതാണ് ബാക്ടീരിയൽ ജീൻ ട്രാൻസ്ഫർ. ദ ജെനറ്റിക് ഇൻഫോർമേഷൻ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ ബൈ സെവറൽ മെത്തേഡ്. അതായത് ബാക്ടീരിയയിലുള്ള ജെനറ്റിക് ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? ബാക്ടീരിയൽ ജീൻ ട്രാൻസ്ഫർ. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ ഒക്വർ ചെയ്യുന്നത് ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ട്രാൻസ്ഫോർമേഷൻ, ദ സെക്കൻഡ് വൺ ഈസ് ട്രാൻസ്ഡക്ഷൻ ആൻഡ് ദ തേർഡ് വൺ ഈസ് കോൺജുഗേഷൻ. ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് നോക്കാം. Transformation is the transfer of genetic information through free or naked DNA. അതായത് ഒരു ബാക്ടീരിയയിൽ നിന്നും ജനറ്റിക് ഇൻഫോർമേഷൻ അഥവാ ജീനിനെ എന്ത് ചെയ്യുന്നു? മറ്റൊരു ബാക്ടീരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് എന്ത്? ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വെഹിക്കിൾ അങ്ങനെയൊന്നുമില്ല. നേക്കഡ് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള DNA വഴി എന്ത് ചെയ്യുന്നു? അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനെ? ജീനിനെ ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലോട്ട്. ഇതിനെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വഴി ജീനിനെ ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സയൻസിൻ്റെ പ്രത്യേകത എന്താ? ഏതൊരു കാര്യം നമ്മൾ പറയുമ്പോഴും അതിന് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യണം. അത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ട് എന്തുണ്ട്? ഒരു എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആര്? ഗ്രിഫിത്ത്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ് ഓഫ് ഗ്രിഫിത്ത് നോക്കാം. ഗ്രിഫിത്ത് അതിനെ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ എക്സ്പെരിമെൻറ്റ് എന്താ നോക്കാം. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഇൻ 1928 ബൈ ഗ്രിഫിത്താണ് അത് ഡിസ്കവർ ചെയ്തത്. 1928 ഹി യൂസ്ഡ് ന്യൂമോകോക്കസ് ബാക്ടീരിയ ഓഫ് 2 ടൈപ്സ്. അദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് ഏത് ബാക്ടീരിയയാണ്? ന്യൂമോകോക്കസ് ബാക്ടീരിയയാണ് അദ്ദേഹം യൂസ് ചെയ്തത്. ആ ന്യൂമോകോക്കസ് ബാക്ടീരിയ 2 ടൈപ്പിലുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ക്യാപ്സുലേറ്റഡ് വൺ,
അഥവാ സ്മൂത്ത് ടൈപ്പും രണ്ടാമത്തത് നോൺ ക്യാപ്സുലേറ്റഡ് വൺ ആണ് അഥവാ റഫ് ടൈപ്പും. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്യാപ്സുലേറ്റഡ് എന്ന് പറയുന്നത് എപ്പോഴും വിറുലൻറ്റ് ഫോം ആയിരിക്കും. എന്താ വിറുലൻറ്റ്? ഡിസീസ് കോസ് ചെയ്യുന്നതായിരിക്കും ക്യാപ്സുലേറ്റഡ്. അപ്പോൾ ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം അവിടെ ഡിസീസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണത്. അല്ല നോൺ ക്യാപ്സുലേറ്റഡ് റഫ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്താ? ദാറ്റ്സ് നോൺ വിറുലൻറ്റ്, അത് ഡിസീസ് കോസ് ചെയ്യുന്ന ടൈപ്പ് അല്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തത് ഏത് ബാക്ടീരിയ യൂസ് ചെയ്തിട്ടാണ്? ന്യൂമോകോക്കസ്. അത് 2 ടൈപ്പ് ഉണ്ട്, സ്മൂത്ത് ഉണ്ട്, റഫ് ഉണ്ട്. സ്മൂത്ത് അഥവാ ക്യാപ്സുലേറ്റഡ് വൺ വിറുലൻറ്റ് ഫോമും, റഫ് അഥവാ നോൺ ക്യാപ്സുലേറ്റഡ് വൺ എന്താ? നോൺ വിറുലൻറ്റ് ആയിട്ടുള്ള ഫോമുമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പിക്ചർ നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൽ ഫസ്റ്റ് കേസ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം എന്ത് ചെയ്തു? ഇഞ്ചക്ഷൻ ചെയ്യാണ്, മൈസിലോട്ട് ഇഞ്ചക്ഷൻ ചെയ്യാണ്. മൈസിലോട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ മൈസ് ഹെൽത്തി ആയിട്ടാണോ നിൽക്കുന്നത് അതോ ഡെഡ് ആവുന്നുണ്ടോ എന്നാണ് അദ്ദേഹം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിലും തേർഡ് കേസിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മൈസ് എന്താണ്? ഹെൽത്തിയാണ് അല്ലേ? ഫസ്റ്റ് കേസിലും തേർഡ് കേസിലും മൈസ് എന്താ? ഹെൽത്തിയാണ്. ഓക്കെ, ഇനി ആ പോയിന്റ്സ് നോക്കാം. ദ ഇഞ്ചക്ഷൻ ഓഫ് ലൈവ് നോൺ ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ. ഇതാ ഫസ്റ്റ് കേസ്, ലൈവ് ആയിട്ടുള്ള നോൺ ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ. എന്താ? ലൈവാണ്, പക്ഷേ എന്താ? നോൺ ക്യാപ്സുലേറ്റഡാ. നോൺ ക്യാപ്സുലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? റഫ് ടൈപ്പ് എന്താ? അവർ വിറുലൻ്റ് ആണോ? അല്ല, അവർ ഡിസീസ് കോസ് ചെയ്യുന്നില്ല. അപ്പോൾ ലൈവായിട്ടുള്ള ബാക്ടീരിയയാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ കൂടെ ഡിസീസ് കോസ് ചെയ്യാത്ത ബാക്ടീരിയനെയാണ് എന്ത് ചെയ്തത്? മൈസിലോട്ട് ഇഞ്ചെക്ട് ചെയ്തത്. അതുകൊണ്ട് മൈസ് എന്താ? സർവൈവ് ചെയ്തു. ആ മൈസിൽ നിന്ന് ഒരു ബാക്ടീരിയനെയും അവർ റിക്കവർ ചെയ്തെടുത്തില്ല. അപ്പോൾ മൈസ് എന്താ? ഇവിടെ ഹെൽത്തിയാണ്. ഇനി ഹീറ്റ് കിൽഡ് ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ. മൂന്നാമത്തെ കേസ്, ഹീറ്റ് കിൽഡ് ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ. ക്യാപ്സുലേറ്റഡ് ആണ്. ക്യാപ്സുലേറ്റഡ് പറഞ്ഞാൽ എന്താ? ഡിസീസ് കോസ് ചെയ്യുന്ന ടൈപ്പ് അല്ലേ? പക്ഷേ ഹീറ്റ് കിൽഡാണ്. ഓൾറെഡി ഡെഡ് ഫോമിലുള്ള ബാക്ടീരിയയാണ്. അവർ ഡിസീസ് കോസ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ കൂടെ ഡെഡ് ബാക്ടീരിയ ആണല്ലോ. അപ്പോൾ ഈ ഓൾറെഡി ഡെഡ് ആയിട്ടുള്ള ബാക്ടീരിയനെ മൈസിലോട്ട് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ മൈസ് എന്ത് സംഭവിച്ചു? ഹെൽത്തി ആയിട്ട് നിന്നില്ലേ? കണ്ടോ? മൈസ് സർവൈവ് ചെയ്തു. നോ ബാക്ടീരിയ റിക്കവേർഡ് ഫ്രം ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്. തേർഡ് കേസ്, അതായത് ഇഞ്ചക്ഷൻ ഓഫ് ലൈവ് നോൺ ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ ആൻഡ് ഹീറ്റ് കിൽഡ് ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ ഡിഡിൻ കിൽ ദ മൗസ്. മൗസിനെ കൊന്നോ? ഇല്ല. ഇതെന്തായിരുന്നു? ഡിസീസ് കോസ് ചെയ്യുന്ന ടൈപ്പ് അല്ല. അതുകൊണ്ട് തന്നെ ലൈവ് എടുത്തുകൊണ്ടും അവിടെ പ്രശ്നം ഉണ്ടായില്ല. ജീവനുള്ള ബാക്ടീരിയ ആയതുകൊണ്ടും പ്രശ്നം ഉണ്ടായില്ല. ഇത് ഡിസീസ് കോസ് ചെയ്യുന്ന ടൈപ്പാണ്, പക്ഷേ ഡെഡ് അല്ലേ ബാക്ടീരിയ. അപ്പോൾ മൗസ് ഡെഡായോ? ഇല്ല. അപ്പോൾ 2 കേസിലും ഹെൽത്തി ഫോമിലുള്ള മൗസിനെ നമ്മൾക്ക് കിട്ടി. ഇനി ഇറ്റ് ഈസ് ഫൗണ്ട് ഹെൽത്തി. ഈ 2 കേസിലും എന്താ? ഹെൽത്തി ആയിട്ട് കണ്ടു. ബട്ട് ദ ലൈവ് ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ കില്ല് ചെയ്യുന്നു മൗസിനെ. കണ്ടോ? രണ്ടാമത്തെ കേസ് നോക്ക്. ലൈവ് ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ ഇഞ്ചെക്ട് ചെയ്ത ബാക്ടീരിയ ലൈവാണ്, അതായത് ജീവനുള്ള ബാക്ടീരിയയാണ്. ആൻഡ് ദേ ആർ ക്യാപ്സുലേറ്റഡ് പറഞ്ഞാൽ എന്താ? അവർ ഡിസീസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ്. അപ്പോൾ ഒരു ലൈവായിട്ടുള്ള ഡിസീസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയനെ ഇഞ്ചെക്ട് ചെയ്ത മൗസ് ഡെഡായി പോവില്ലേ നോർമലി? അതുതന്നെ സംഭവിച്ചു. ഡൈസ് ആൻഡ് ലൈവ് ക്യാപ്സുലേറ്റഡ് ടൈപ്പ് 1 സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അതിന്ന് റിക്കവർ ചെയ്തെടുക്കും ചെയ്തു. അതാണ് എന്ത് ചെയ്തത്? ഈ മൗസിനെ കൊന്നത്. ബാക്ടീരിയനെ റിക്കവർ ചെയ്തെടുത്തു അതിന്ന്. അപ്പോൾ ഫസ്റ്റ് കേസും തേർഡ് കേസും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സെക്കൻഡ് കേസ് മനസ്സിലായില്ലേ? ഫസ്റ്റ് കേസിൽ ഹെൽത്തി ആയിരുന്നു, തേർഡ് കേസിൽ ഹെൽത്തി ആയിരുന്നു, സെക്കൻഡ് കേസിൽ എന്താ? ഡെഡായിട്ട് പോയി. അപ്പോൾ ഗ്രിഫിത്ത് ഫൗണ്ട് ചെയ്തത് ദ മൈസ് ഡൈറ്റ്. ഇനി അദ്ദേഹം പറയുന്നത് കോമ്പിനേഷൻ ഓഫ് 1 and 3 ആണ് അദ്ദേഹം നാലാമതായിട്ട് ചെയ്തത്. 1ഉം 3യും കൂടി കമ്പൈൻ ചെയ്തിട്ട് അടുത്തത് അദ്ദേഹം ചെയ്തു. അപ്പോൾ നമ്മൾ നോർമലി എന്ത് ചിന്തിക്കും? 1 കണ്ടോ? ഹെൽത്തി ആയിരുന്നില്ലേ? ഈ ലൈവ് നോൺ ക്യാപ്സുലേറ്റഡും അതുപോലെ ഹീറ്റ് കിൽഡ് ക്യാപ്സുലേറ്റഡിൻ്റെയും കോമ്പിനേഷൻ ഫോമാണ് 4th സെക്ഷനിൽ അദ്ദേഹം ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക?
ഫസ്റ്റ് കേസും ഹെൽത്തി ആയിരുന്നു, തേർഡ് കേസും ഹെൽത്തി ആയിരുന്നു മൗസ്. അപ്പോൾ നമ്മൾ ഫോർത്തിൽ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഡബിൾ ഹെൽത്തി ആവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? Griffith found that mice died when injected with a mixture of live non-capsulated, അതായത് റഫ് ആയിട്ടുള്ള ന്യൂമോകോക്കൈ ഫ്രം ടൈപ്പ് 2 ആൻഡ് ഹീറ്റ് കിൽഡ് ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻ ഫ്രം ടൈപ്പ് 1. എന്താ സംഭവിച്ചത്? ഫസ്റ്റ് കേസും തേർഡ് കേസും കൂടി കമ്പൈൻ ചെയ്തിട്ട് അദ്ദേഹം ഫോർത്ത് കേസ് ചെയ്ത സമയത്ത് ഡൈ ആവുകയാണ് ചെയ്തത് മൈസ്. ഡബിൾ ഹെൽത്തി ആവുകയല്ല ചെയ്തത്, പകരം മൗസ് എന്ത് ചെയ്തു? ഡൈ ആയി പോയി. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം പറയുന്നത്? അതിന് കാരണം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജീൻ ട്രാൻസ്ഫർ മെത്തേഡാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് ദ ജീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ഡെഡ് ബാക്ടീരിയ ടു ലൈവ് ബാക്ടീരിയ. ഓക്കെ, അതായത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ലൈവ് നോൺ ക്യാപ്സുലേറ്റഡ് ആണ്. ലൈവാണ് ബാക്ടീരിയ, പക്ഷേ ഡിസീസ് കോസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താ? ഡെഡായിട്ടുള്ള ക്യാപ്സുലേറ്റഡ് ടൈപ്പ് 1. ഡെഡാണ്, പക്ഷേ എന്താണ്? അവർ ഡിസീസ് കോസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഒരു ഡെഡായിട്ടുള്ള ഡിസീസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയയിൽ നിന്നും ലൈവായിട്ടുള്ള ഡിസീസ് കോസ് ചെയ്യാത്ത ബാക്ടീരിയയിലോട്ട് ആ ക്യാപ്സ്യൂൾ ഫോമിംഗ് ആയിട്ടുള്ള ജീൻ ഉണ്ടല്ലോ, ക്യാപ്സ്യൂൾ അല്ലേ ഡിസീസ് കോസ് ചെയ്യുന്നത്. ദീസ് ആർ ക്യാപ്സുലേറ്റഡ് ആൻഡ് ദീസ് ആർ നോൺ ക്യാപ്സുലേറ്റഡ്. അപ്പോൾ ക്യാപ്സ്യൂള് ഫോം ചെയ്യുന്ന ആ ജീനിനെ ഈ ഡെഡായിട്ടുള്ള ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയയിൽ നിന്നും ലൈവായിട്ടുള്ള നോൺ ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയയിലോട്ട് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അവിടെ എന്താ ഉണ്ടായി? ഒരു ജീനിൻ്റെ ട്രാൻസ്ഫറാണ് ഫ്രം ദിസ് ബാക്ടീരിയ ടു ദിസ് ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ ലൈവ് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ, ഡെഡ് ആയിട്ടുള്ള ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയയിൽ നിന്നും ക്യാപ്സൂൾ ഫോമിംഗ് ആയിട്ടുള്ള ജീൻ, അതായത് ഡിസീസ് കോസ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള ജീനിനെ എന്ത് ചെയ്തു? ലൈവായിട്ടുള്ള നോൺ ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു ബൈ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്. അതായത് ഇറ്റ് ഷോസ് ദാറ്റ് നോൺ ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻ, അതാ ഈ നോൺ ക്യാപ്സുലേറ്റഡ് സ്ട്രെയിന് എന്തായിട്ട് ട്രാൻസ്ഫോം ചെയ്തു? നോൺ ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ റഫാണ് ആൻഡ് ദേ ആർ നോൺ വിറുലൻറ്റ്, അങ്ങനത്തെ ഒരു സ്ട്രെയിൻ. അപ്പോൾ എന്തായിട്ട് അവിടെ ട്രാൻസ്ഫോം ചെയ്തു? ദേ ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ക്യാപ്സുലേറ്റഡ്, അതായത് ഡിസീസ് കോസ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള ഒരു ബാക്ടീരിയ ആയിട്ട് മാറി. സ്മൂത്ത് വിറുലൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആയിട്ട് അവർ മാറി. ഇതിൽ നിന്ന് ഇതിലോട്ട് ജീൻ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഇത് ലൈവ് ക്യാപ്സുലേറ്റഡ് എന്ന ടൈപ്പിലുള്ള ഒരു ബാക്ടീരിയ ആയിട്ട് അവിടെ മാറി. അവരാണ് എന്ത് ചെയ്തത്? വിച്ച് കിൽഡ് ദി മൗസ്. അവരാണ് എന്ത് ചെയ്തത്? ആ മൗസിനെ കില്ല് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ്റെ എക്സ്പെരിമെൻറ്റ് ഗ്രിഫിത്ത് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് കേസിൽ ഹെൽത്തി ആയിരുന്നു, തേർഡ് കേസിൽ ഹെൽത്തി ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? 1ഉം 3ഉം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫോർത്ത് കേസ് ചെയ്ത് നോക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഹീറ്റ് കിൽഡ് ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയയിൽ നിന്ന് ക്യാപ്സ്യൂൾ ഫോമിംഗ് ആയിട്ടുള്ള ജീനിനെ ലൈവായിട്ടുള്ള നോൺ ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ലൈവ് നോൺ ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ എന്നുള്ളത് ലൈവ് ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ ആയിട്ട് മാറി. അതായത് സ്മൂത്ത് വിറുലൻറ്റ് ബാക്ടീരിയ ആയിട്ട് മാറി. അവരെന്ത് ചെയ്തു? ഈ മൗസിനെ കില്ല് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അവരിൽ ഈ മൗസിൽ നിന്ന് ലൈവ് ക്യാപ്സുലേറ്റഡ് ടൈപ്പ് 1 സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ റിക്കവർ ചെയ്തിട്ട് എടുക്കാനും പറ്റും. ഇത്രയാണ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ എക്സ്പെരിമെൻറ്റും പറഞ്ഞു. ഓക്കെ, ഇത്രയാണുള്ളത്. ഇനി നമുക്ക് ട്രാൻസ്ഡക്ഷൻ പാർട്ട് 2 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്